സ്വന്തമായി സമ്പാദിച്ചു എങ്ങനെ ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റും എന്ന് കാണിച്ചു തരികയാണ് റിയ നഫീസ എന്ന 21-കാരി. വീട്ടിലിരുന്ന് തയ്യാറാക്കുന്ന ക്രാഫ്റ്റ് വർക്കിലൂടെയാണ് നേട്ടം കൊയ്യുന്നത്. 18-ാം വയസ്സു മുതൽ പഠനവും സ്വന്തം ചെലവുകളും ഇതുവഴി കണ്ടെത്തുന്ന തലശ്ശേരി സൈദാർ പള്ളിയിലെ റിയ നഫീസ ഇന്ന് എല്ലാവർക്കും ഒരു മാതൃക കൂടിയാണ്. നവമാധ്യമ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാണ് റിയ നഫീസ തന്റെ ക്രാഫ്റ്റ് വർക്കുകൾക്ക് വിപണന സാധ്യത കണ്ടെത്തുന്നത്. പിറന്നാൾ ആഘോഷങ്ങൾക്കും വിവാഹ സൽക്കാര ആഘോഷങ്ങൾക്കും ഉപയോഗിക്കുന്ന ക്രാഫ്റ്റ് വർക്കുകളാണ് സ്വന്തം മുറിയിലിരുന്ന് തയ്യാറാക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കുന്ന മോഡലുകൾ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് പ്രചരിപ്പിക്കുന്നത്. ഓർഡറിനനുസരിച്ച് കൊറിയർ വഴിയും സുഹൃത്തുക്കൾ വഴിയും ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയാണ്. പലരുടെയും പരിഹാസം മറികടന്നുകൊണ്ടാണ് റിയ നഫീസ ജീവിത വിജയം കൈവരിച്ചത്. +2 പഠനത്തിന് ശേഷം 1 വർഷത്തോളം കാലം വീട്ടിലിരുന്നു കൊണ്ടുതന്നെ തന്റെ കഴിവ് തെളിയിച്ചത്. 3 വർഷങ്ങൾക്ക് മുൻപ് കൂട്ടുകാരിയുടെ പിറന്നാളിന് ചെയ്ത ക്രാഫ്റ്റ് ബോക്സ് വഴിയായിരുന്നു റിയ നഫീസ ആദ്യമായി ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി തുടങ്ങിയത്. അവിടെ നിന്ന് ഇവിടെ വരെയുള്ള യാത്രയിൽ തന്റെ കഴിവുകളും സൃഷ്ടിപരമായ ആശയം കൊണ്ടും 17,000-ഓളം പേർ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ റിയയുടെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. വീട്ടിലിരുന്ന് താൻ സമ്പാദിച്ച പണം കൊണ്ട് തന്റെ മാതാവിന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചു നൽകാൻ കഴിഞ്ഞതാണ് തന്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് റിയ പറയുന്നു. കടലാസുകൾ മുറിച്ച് സമയം കളയുന്നുവെന്ന് തന്നെ പരിഹസിച്ചവർക്കുള്ള മറുപടി കൂടിയാണിതെന്നും റിയ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. പേപ്പർ മുറിച്ചിട്ട് നീ എന്താ കളിക്കുന്നേ, കോളേജിലും പോകാണ്ട് എന്താ കളിക്കുന്നതെന്നെല്ലാം ചോദിച്ച് കുറേ ആൾക്കാർ പുച്ഛിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈം ഞാനൊരു വാശിക്കാണ് ഞാൻ ഏൺ ചെയ്തത് മൊത്തം സേവ് ചെയ്തിട്ട് ഫസ്റ്റ് ഞാൻ എൻ്റെ ഉമ്മക്കൊരു ഗോൾഡിൻ്റെ 2 വള വാങ്ങിക്കൊടുത്തു. അപ്പോൾ ആ വള വാങ്ങിയിട്ട് അതായിരുന്നു ഫസ്റ്റ് ഞാൻ വാശിക്ക് ചെയ്തത്. കാരണം എനിക്ക് കാണിച്ചു കൊടുക്കണമായിരുന്നു ഇതിലും എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ആ വളൻ്റെ പിക്ക് എന്നെ അതായത് കുറവാക്കി പറഞ്ഞ റിലേറ്റീവ്സിന് അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ പേപ്പർ മുറിച്ച് ഉണ്ടാക്കിയിട്ട് വാങ്ങിയ വളയായതെന്ന് പറഞ്ഞാൽ അന്നാണ് എൻ്റെ ശരിക്കും ടേണിംഗ് പോയിന്റ്. അതായത് ആദ്യം ഞാൻ ജസ്റ്റ് ഫണ്ണായിട്ട് ചെയ്തതായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഇടുക, ജസ്റ്റ് പേപ്പർ മുറിക്കുക, സെയിൽ ചെയ്യുക, അത്രയും മാത്രം ചിന്തിച്ചുള്ളൂ. പിന്നെ അത് ഞാൻ സീരിയസ് ആക്കിയിട്ട് എടുത്ത്. ഉമ്മയുടെ ആഗ്രഹപ്രകാരം കുടുംബസമേതം ഉംറ നിർവഹിക്കാൻ പുറപ്പെട്ടപ്പോൾ തന്റെ ചിലവ് പൂർണ്ണമായും വഹിക്കാൻ കഴിഞ്ഞതും ജീവിത നേട്ടമായി കാണുകയാണ് റിയ. അതിനുശേഷം ഉമ്മാന്റെ ആഗ്രഹപ്രകാരം ഉംറ ചെയ്യാൻ സാധിച്ചു. ട്രാവലിംഗ് തൊട്ട് അവിടുത്തെ എല്ലാ ചിലവും ഞാൻ തന്നെയാണ് എൻ്റെ നോക്കിയത്. അതും ഈ പേപ്പർ മുറിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. വനിതകൾക്ക് സ്വന്തമായി വരുമാന മാർഗം കണ്ടെത്താൻ കഴിയുന്നത് ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഏറെ തുണക്കുമെന്നും റിയ കരുതുന്നു. പിതാവിന്റെ ജോലി നഷ്ടപ്പെട്ട് തന്റെ കുടുംബം പ്രതിസന്ധിയിലായ ഒരു ഘട്ടത്തിൽ നിസ്കാര കുപ്പായം തയ്ച്ച് ഉമ്മ മുബഷിറ മുന്നിട്ടിറങ്ങി ആ ഘട്ടത്തെ അതിജീവിച്ചതാണ് തന്റെ ജീവിതത്തിലെ എക്കാലത്തെയും ഇൻസ്പിറേഷൻ എന്നും മാതൃകയെന്നും റിയ പറഞ്ഞു. നമ്മൾ 3 ബിസിനസ് ചെയ്തിട്ട് വീടും ബിസിനസ്സും പിന്നെ ഫാമിലിയും എല്ലാം ഉമ്മ എന്നെ നോക്കി. അന്നേരം എനിക്ക് വുമൻ എംപവർമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നല്ലോണം മനസ്സിലായതാണ് എനിക്ക്. അപ്പോൾ ഇൻ കേസ് ഫ്യൂച്ചറിൽ എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഇതുണ്ടാവണമെന്ന് എപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നു. അത് ബിസിനസ്സാണോ എന്തിലാണെന്ന് എനിക്കറിയില്ല, പക്ഷെങ്കിൽ ആ ഒരു മൈൻഡിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ പാഷൻ ചെറുപ്പത്തിൽ ക്രാഫ്റ്റിംഗ് ആയിട്ട് ചെയ്തൊന്നുമല്ല. കുടുംബത്തിലെ ഒരാളുടെ വരുമാന മാർഗത്തെ മാത്രം ആശ്രയിക്കാതെ ഓരോരുത്തരും തന്നാലാകുന്നത് ചെയ്താൽ ആ കുടുംബം സന്തുഷ്ടമായിരിക്കുമെന്നും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ പോരാടാൻ സാധിക്കുമെന്നും റിയ പറഞ്ഞു. ഇപ്പോൾ സ്വന്തം വരുമാനം കൊണ്ട് തന്നെ ഉപരിപഠന ചിലവും സ്വന്തം ചിലവും നോക്കി മുന്നോട്ട് പോവുകയാണ്. ക്രാഫ്റ്റ് വർക്കിന് പുറമെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫിയിലും തന്റെ ബ്രാൻഡ് വാല്യൂ നിലനിർത്താനും റിയ ഉറപ്പുവരുത്താറുണ്ട്. നമ്മളൊരു ജോലി ആസ്വദിച്ചു ചെയ്താൽ അത് നമ്മളെ ഉയരത്തിലും വിജയത്തിലും എത്തിക്കുമെന്നാണ് റിയ നഫീസ പറയുന്നത്. റയീസാണ് പിതാവ്. +2 വിദ്യാർത്ഥിനി ഫിസ, മിർസാൻ എന്നിവർ സഹോദരങ്ങളാണ്.